അതാ ആ പോകുന്നുണ്ട, അതാണ് മോണോ റെയിൽ. മുംബൈ മോണോ റെയിലാണ് പോകുന്നത്, മെട്രോ അല്ല കേട്ടോ, മോണോ. അപ്പോൾ മോണോ റെയിലേക്ക് ഇന്ത്യയിൽ മോണോ റെയിൽ ഉണ്ടെന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ട്. പല ആൾക്കാരും വിചാരം മോണോ റെയിൽ തായ്ലാൻഡ്, മലേഷ്യ, സിംഗപ്പൂർ മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ മെട്രോ ഉണ്ട്, മോണോ റെയിലുണ്ട്. ഏകദേശം 10 വർഷത്തിന് മുകളിലായി മോണോ റെയിൽ വന്നിട്ട്. അപ്പോൾ മുംബൈയിലുള്ള മോണോ റെയിലിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഓക്കെ, അതെ, ഇവിടെ ഇതാ ഒരു ബിൽഡിംഗ് കണ്ട നിങ്ങൾ. ഞാൻ മോണോ റെയിലിൽ കയറാൻ സ്റ്റേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് കണ്ടാണ് വലിയൊരു ബിൽഡിംഗ് കണ്ട, ഫ്ലാറ്റ്, അമ്പര ചുംബി, എൻ്റെ അമ്മോ. അപ്പോൾ അതും കഴിഞ്ഞിട്ട് ഞാൻ നേരെ നടക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ ചെമ്പൂരേക്കാണ് പോകുന്നത്. ചെമ്പൂർ ഇതൊരു 20 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ മോണോ റെയിലുള്ളൂ. അപ്പോൾ ഇതാണ് സ്റ്റേഷൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം. സാൻഡ് ഗാഡ്ജ് മഹാരാജ് ചൗക്ക്. ഈ സാൻഡ് ഗാഡ്ജ് മഹാരാജ ചൗക്കെന്ന് ചെമ്പൂരേക്കാണ് നമ്മളിന്ന് മോണോ റെയിലിലേക്ക് പോകുന്നത്. ഓക്കെ, ഇത് മോണോ റെയിൽ എന്ന് പറയുന്നത് വളരെ ഏകദേശം യാത്രകളൊക്കെ ഒന്ന് തന്നെയാണ്. എന്നാലും മോണോ റെയിലിൽ നമ്മളൊന്ന് കയറണ്ടേ. മോണോ റെയിൽ ആക്ച്വലി ഇന്ത്യയിലുണ്ടെന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ട്. ഇതാണ് അപ്പം മുംബൈ മോണോ റെയിൽ എന്ന് പറയുന്നത്. നല്ല അടിപൊളി മോണോ റെയിലുണ്ട്. ഇത് ഗ്രീൻ കളറാണ്, പിന്നെ വേറെ റെഡാ ബ്ലൂ കളറൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ചെമ്പൂരേക്കാണ്. ചെറിയ പൈസയുള്ളൂ, 40 റുപ്യ ഉള്ളൂ. അപ്പോൾ നമുക്ക് അകത്തേക്കൊന്ന് പോയാലോ. ഞാനിവിടുത്തെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. നല്ല അടിപൊളി സംഭവം തന്നെ, മോശമില്ല. അപ്പോൾ മോണോ റെയിലിലെ വിശേഷങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. മുംബൈയിലാണ്, ഞാൻ പറഞ്ഞില്ലേ മുംബൈയിലാണ്. 40 റുപ്യ ഉള്ളൂ. മുംബൈയിലൊക്കെ വന്നാൽ ജസ്റ്റ് ഒന്ന് കയറിപ്പോവാം. അപ്പോൾ അപ്പുറത്തെ ട്രാക്കിലേക്ക് കൂടി ഒരു മോണോ റെയിൽ ട്രെയിൻ വരുന്നുണ്ട്. അത് ഒരു ബ്ലൂ കളറാണെന്ന് തോന്നുന്നു. നോക്കാം, ഒരു മിനിറ്റ്. ഇപ്പുറത്തേക്ക് കൂടി വരും. ഇത് ചെറിയ സിസ്റ്റമാണ് കേട്ടോ. ഇതൊരു മോണോ റെയിൽ, അത് ബ്ലൂ കളറാണ് കേട്ടോ, ബ്ലൂ കളർ. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങുന്നത്, ആൾക്കാരൊക്കെ വളരെ കുറവാണ് കേട്ടോ, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പിന്നെ മെട്രോ പോലെ തന്നെ, മെട്രോ പോലെ തന്നെയാണ്. എ സിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ മെട്രോൻ്റെ അത്ര ഒരു ബ്രൈറ്റ്നെസ് കാണുന്നില്ല. ഈ മോണോ റെയിൽ എന്ന് പറയുന്ന സംഭവം എന്ന് വെച്ചാൽ നമുക്കറിയാലോ, മോണോ റെയിലും മെട്രോ റെയിലും മോണോറും തമ്മിൽ മെയിൻ വ്യത്യാസം ട്രാക്കിലുള്ള വ്യത്യാസമാണല്ലേ. ട്രാക്കിലുള്ള വ്യത്യാസം. മോണോ റെയിൽ പോകുന്നത് സിംഗിൾ ട്രാക്കാണ്. സിംഗിൾ ട്രാക്ക് അല്ലെങ്കിൽ ബീം എന്ന് പറയും. അതൊന്നുകിൽ ഈ ട്രെയിനിൻ്റെ താഴെ ഉണ്ടാവും, അല്ലെങ്കിൽ മുകളിലുണ്ടാവും. മുകളിൽ തൂങ്ങി പിടിച്ചിട്ട് പോകുന്ന ട്രെയിൻ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒന്നുകിൽ താഴെ ആയിരിക്കും, അല്ലെങ്കിൽ മുകളിലായിരിക്കും. മെട്രോ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഡബിൾ സ്റ്റാൻഡേർഡാണ്, ഡബിൾ ട്രാക്കിൽ കൂടി പോകുന്നത് കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് കൂടിയാണ്. ഈ മോണോ റെയിൽ മെട്രോ ശരിക്കും കുറച്ചുകൂടി പവർഫുള്ളാണ്. കുറച്ചുകൂടി ക്രൗഡായ സ്ഥലത്തൊക്കെ യൂസ് ചെയ്യാം, കുറച്ചും കൂടി ആൾക്കാരെ കയറ്റാം. അങ്ങനെ കുറച്ചുകൂടി പവർഫുൾ സാധനമാണ്. ഇത് മോണോ റെയിലിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മോണോ റെയിൽ അത്ര കോസ്റ്റ് എഫക്റ്റീവാണ്. മെട്രോനേക്കാൾ കുറച്ചുകൂടി ചിലവ് കുറവുണ്ട്. പക്ഷേ വലിയൊരു ക്രൗഡായ സ്ഥലത്ത് കൊണ്ടുപോകാൻ പറ്റില്ല. കുറച്ച് ക്രൗഡ് കുറഞ്ഞ സ്ഥലത്ത് മാത്രം ഉപയോഗിക്കാൻ പറ്റൂ എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം സിംഗിൾ ട്രാക്കിലായിരിക്കും ഓടുന്നതുകൊണ്ടായിരിക്കും. നിങ്ങൾ കണ്ട ബിൽഡിംഗ് കണ്ട, ഇതാണ് മുംബൈയിലെ ഫ്ലാറ്റുകളുണ്ട്. നിങ്ങൾ ഇതിലേ കൂടി പോകുമ്പോൾ നമുക്ക് കാണാം മുംബൈയിലെ ഓരോ കാഴ്ചകളൊക്കെ വണ്ടർഫുള്ളാണ് കേട്ടോ. നമ്മൾ ലോക്കൽ ട്രെയിനിലേക്ക് കൂടിയും പോകുന്നുണ്ട്. ലോക്കൽ ട്രെയിനെ ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്യുന്നുണ്ട്. ലോക്കൽ ട്രെയിനിലേക്ക് കൂടി നമ്മൾ താഴെ കൂടി പോകുന്നതാണ്. പക്ഷേ ഇത് മുകളിലേക്ക് കൂടി പോകുന്ന ഒരു ഫീലിംഗ് ആണ്. നിങ്ങൾ അപ്പാർട്ട്മെൻ്റൊക്കെ കണ്ട, ഫ്ലാറ്റുകളൊക്കെ, എൻ്റെ അമ്മോ. ഇതേ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട്, ഇതേപോലത്തെ ഒരു മീഡിയം ലെവലിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട്, ചെറിയ ചേരികൾ പോലത്തെ സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാരുണ്ട്, അല്ല അതുമില്ലാത്ത തെരുവിൽ കിടക്കുന്ന ആൾക്കാരുണ്ട്. മുംബൈയിൽ വന്നാൽ നമുക്ക് എല്ലാം കാണാം. മുംബൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ബോംബെ, പഴയ ബംബൈസി എന്ന് പറയുന്നില്ല, പഴയ ബംബൈ ആണ്. മുംബൈയിൽ നമുക്കെല്ലാം കാണാം. മുംബൈയിൽ നമുക്ക് പാലത്തിൻ്റെ ഗ്യാപ്പിൽ കടന്നുറങ്ങുന്ന ആളെ കാണാം. അതേപോലെ വലിയ ഫ്ലാറ്റിൽ, കോടിക്കണക്കിൻ്റെ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആൾക്കാരെ കാണാം. മീഡിയം ലെവലിൽ വീട് താമസിക്കുന്ന ആൾക്കാരെ കാണാം. ചെറിയ വീട്ടിൽ, ചേരികളിൽ താമസിക്കുന്ന ആൾക്കാരെ കാണാം. ഇതുപോലെ ഗ്ലാസ് ബിൽഡിംഗ് ഒക്കെ ഉണ്ട്, വലിയ വലിയ ബിൽഡിങ്ങാണ് നിങ്ങളെ റൈറ്റ് സൈഡിൽ. സോ മുംബൈ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു നാടാണ്. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റേഷനെത്തി. അടുത്ത സ്റ്റേഷൻ വിട്ട് കഴിഞ്ഞു, നമ്മൾ മുന്നോട്ട് പോവാണ്. ഇവിടെ വലിയൊരു ഓഫീസ് ബിൽഡിംഗ് കാണുന്നുണ്ട്. IT കമ്പനികളും അതുപോലെ വലിയ വലിയ കമ്പനികളൊക്കെ പ്രവർത്തിക്കുന്നതാണത്. ബാംഗ്ലൂരൊക്കെ ഉള്ളതുപോലെ മുംബൈയിലും ഒരുപാട് IT കമ്പനികളുണ്ട്. ബാംഗ്ലൂരുണ്ട്, മുംബൈയിലുണ്ട്. മുംബൈ മോശമല്ല. മുംബൈയിലെ സിറ്റി ഇതൊക്കെ നിങ്ങൾ സൂപ്പറല്ലേ. മുംബൈയിൽ തന്നെ സ്ഥിരതാമസാക്കിയുള്ളൂ ഞാൻ വിചാരിക്കുകയാണ്. ഞാൻ മുംബൈയിൽ എന്തെങ്കിലും ജോലി എടുത്ത് മുംബൈയിൽ തന്നെ താമസിക്കാമെന്ന് വിചാരിക്കുകയാണ്. മുംബൈ എന്ന് പറയുന്ന ഒരു വികാരമാണ് അല്ലേ. നിങ്ങൾ ആലോചിക്കുക, മുംബൈ, ബാംഗ്ലൂർ ബാംഗ്ലൂർ മറ്റൊരു വികാരം, മുംബൈ വേറൊരു വികാരം. മുംബൈ എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു ലെവലാണ് മുംബൈ. കാരണം മുംബൈയൊക്കെ ജോലി സാധ്യതകൾ തേടി എല്ലാവരും വരുന്ന എവിടെയാണ്? മുംബൈയിലേക്കാണ്. മുംബൈ അല്ലാതെ വേറെ എവിടെയും പോകാനില്ല. അത്ര ആയിരക്കണക്കിന് 10,000 ആൾക്കാർ വന്നിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു മുംബൈ. ഇപ്പോൾ കുറച്ച് കുറഞ്ഞു. തീരെ കുറഞ്ഞൊന്നുമല്ല,
ഇപ്പോൾ വേറെയും നഗരങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. ഇപ്പോൾ എറണാകുളത്ത് നമ്മളെ കൊച്ചി തന്നെയുണ്ട് ഒരു എത്ര ആൾക്കാർ വരുന്നത്. കൊച്ചി വളരെ ഗ്രോയിങ് സിറ്റിയാണ്, കേരളത്തിലെ ഗ്രോയിങ് സിറ്റിയാണ് കൊച്ചി എന്ന് പറയുന്നത്. കൊച്ചി തന്നെ ഒരുപാട് വളരാനുണ്ട്. ഈ വളർച്ച ഒന്നും പോരാ, ഇനി എത്രയോ വളരേണ്ട നാടാണ് കൊച്ചി എന്ന് പറയുന്നത്. ഇതുണ്ട് അടിപൊളി ഓഫീസ് ബിൽഡിങ്, ഫ്ലാറ്റുകളൊക്കെ നമുക്ക് കാണാം കേട്ടോ. അത് സൂപ്പറായിട്ട്. ഇത് വേറൊരു ഗുണം എന്ന് വെച്ചാൽ ഈ മോണോറെയിലിൻ്റെ ഗ്ലാസ് ഉണ്ടല്ലോ, ഗ്ലാസ്സിന് അത്ര വലിയ ഡസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, പൊടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റി. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ പൊടിയൊക്കെ ആണെങ്കിൽ നമുക്ക് പുറത്തുള്ള ഒരു വിഷ്വൽസും കിട്ടൂല, എല്ലാം ഫെയ്ഡായിട്ട് മങ്ങിയ കളറായിട്ടുണ്ടാവും. ഇത് അത്യാവശ്യം ഒരു ക്ലിയർ ആയിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. മാത്രമല്ല മോണോറെയിലിൻ്റെ അകത്ത് വലിയ തിരക്കുണ്ടായിരുന്നില്ല, കുറച്ച് തിരക്കുണ്ടായിരുന്നില്ല. മോണോറെയിൽ ഇവിടെ ഇത് വന്നത് 2014 കേട്ടോ. 2014 മുംബൈയിൽ ഉദ്ഘാടനം ചെയ്തത്. ആ 20 കിലോമീറ്ററുള്ളു ഇവിടുന്ന് ഈ മഹാരാജ ചൗക്കിന്ന് ചെമ്പൂർ എന്ന് പറഞ്ഞ സ്ഥലം വരെ ഉള്ളൂ, 20 കിലോമീറ്റർ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതൊരു നമ്മളെ മോണോറെയിലിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ മോണോറെയിൽ ഒരു സിംഗിൾ ട്രാക്കിലാണ് ഓടുന്നത്, സിംഗിൾ ബീമിലാണ് ഓടുന്നത്. അത് ഒന്നുകിൽ താഴെയാവാം അല്ലെങ്കിൽ മുകളിലാവാം. പിന്നെ ഇലക്ട്രിക് മോട്ടോറുകൾ വെച്ചിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഈ മോണോറെയിലിൽ തന്നെ ഡ്രൈവർലെസ് മോണോറെയിലുകളും ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ആൽസ്റ്റോം എന്നുള്ള കമ്പനി നമ്മൾ കിട്ടണം, വളരെ ഫേമസ് കമ്പനിയാണ്. ഈ മെട്രോയുടെ ഒക്കെ കോച്ച് ഉണ്ടാക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഫേമസ് കമ്പനിയാണ്. അത് ഏത് രാജ്യം എന്നറിയില്ല, ഫ്രഞ്ചാണോ US ആണോ ജർമ്മനിയാണോ ഏത് രാജ്യമാണെന്ന് എനിക്കറിയില്ല, മറന്നുപോയി. അപ്പോൾ ആ കമ്പനി തന്നെ ഇപ്പോൾ മോണോറെയിൽ ഡ്രൈവർലെസ് ഉണ്ടാക്കുന്നുണ്ട്. ഇത് മുമ്പ് ചെയ്യുന്നത് നമ്മൾ തായ്ലാൻഡ്, മലേഷ്യ, സിംഗപ്പൂരൊക്കെ മോണോറെയിൽ ഉണ്ടായിരുന്നു. ടൂറിസം ഉള്ള രാജ്യത്തൊക്കെ ഇത് നമുക്ക് കാണാൻ പറ്റും, ഒട്ടുമിക്ക രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ക്രൗഡ് കുറച്ച് കുറഞ്ഞ സ്ഥലത്താണ് മോണോറെയിൽ അത്രയും നല്ലത്. കാരണം ഇതൊരു സിംഗിൾ ബീമിൽ പോകുന്നതാണ്. ഒരു വളരെ ക്രൗഡായിട്ട് എടുക്കാൻ ആണെങ്കിൽ മെട്രോ ആക്കാണ് നല്ലത്. മെട്രോണ് ഇതിനേക്കാൾ ഡബിൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. മെട്രോയിൽ കുറച്ചുകൂടി പവർഫുള്ളാണ് മെട്രോ മോണോറെയിലിനേക്കാളും. അപ്പോൾ മോണോറെയിൽ നമുക്ക് ഒരു ഇതിൽ ഉപയോഗിക്കാം, പക്ഷേ ഇതിൽ തീരെ ആൾക്കാരൊക്കെ വളരെ കുറവാണ്. താഴെ നിങ്ങൾ ഓരോ സ്ട്രീറ്റുകൾ കണ്ടില്ലേ, താഴെ വണ്ടികളും റോഡുകളൊക്കെ കാണാം. പിന്നെ വേറെ പില്ലറുകളൊക്കെ കുഴിച്ചിട്ടുണ്ട്. ഇതെന്തിൻ്റെ പില്ലറാണെന്ന് അറിയില്ല. ഇനി ഇതിൻ്റെ മുകളിലെ കൂടി മെട്രോ വരുന്നുണ്ടോയെന്ന് അറിയില്ല. ഇത് കണ്ട വീടുകളൊക്കെ നോക്കിയേ, എൻ്റെ അമ്മോ എമ്മാതിരി സംഭവം അല്ലേ. ആ ദൂരെ കാണുന്ന വീടുകളും ബിൽഡിങ്ങുകളൊക്കെ കണ്ടോ നിങ്ങൾ, ഇതിലെല്ലാം ഫ്ലാറ്റുകളൊക്കെയാണത്. മുംബൈ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു നഗരം തന്നെയാണ്. ലോകത്തിൽ 10 നഗരങ്ങളെടുത്താൽ അതിൽ മുംബൈ ഉണ്ട്. 3, 4, 5 സ്ഥാനത്തിൽ നിങ്ങൾക്ക് മുംബൈ കാണാൻ പറ്റും. അത്രയും വലിയ സിറ്റിയാണ് മുംബൈ എന്ന് പറയുന്നത്, ബംബൈ. ആ മുംബൈയിൽ വന്ന് നമ്മൾ കുറച്ച് കാലം താമസിച്ചാൽ, വർക്ക് ചെയ്താലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കും. ജീവിതത്തിന് വേണ്ട കാര്യങ്ങളും നമ്മൾ പഠിക്കും. നമ്മൾ എവിടെ പോയാലും നമ്മൾ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കടന്നുറങ്ങാനൊക്കെ നമ്മൾ പഠിക്കും. നമ്മളിപ്പോൾ നാട്ടിലൊക്കെ വളരെ സുഖമായി പറയാറില്ലേ, ദുബായിൽ പോയാൽ നമ്മൾ ജീവിതം പഠിക്കുന്നു. അതേപോലെ തന്നെ മുമ്പ് ദുബായിലൊക്കെ പോകാൻ വേണ്ടി, ഗൾഫിലേക്ക് പോകാൻ വേണ്ടി ആൾക്കാർ ആദ്യം വരിക ബോംബെയിലേക്കാണ്. ബോംബെയിലേക്ക് വന്ന് വണ്ടി കയറും. ബോംബെയിൽ വന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും താമസിക്കും, ചിലപ്പോൾ എന്തെങ്കിലും ജോലിയും ചെയ്യും. അപ്പോൾ ഇവിടെ എന്തെങ്കിലും വിസയുടെ ഓഫറുകളും കാര്യങ്ങളും അറിയുമ്പോഴായിരുന്നു ഇവിടെ നിന്ന് നേരെ വിസ അടിച്ചു കൊടുക്കുക, ഇവിടെ നിന്ന് തന്നെ ഫ്ലൈറ്റ് കയറി പോവുക. അന്ന് പിന്നെ ഫ്ലൈറ്റൊന്നും കേരളത്തിലും വളരെ കുറവായിരുന്നു. എയർപോർട്ടുകളൊക്കെ പിന്നെ വന്ന് തുടങ്ങുന്ന കാലമായിരുന്നു. ഇപ്പം പിന്നെ എയർപോർട്ടുകളൊക്കെ ഉണ്ട്, കണ്ണൂർ എയർപോർട്ടൊക്കെ ഉണ്ട്. ആളാനൊക്കെ ഇല്ലാത്ത എയർപോർട്ടായിട്ട് കണ്ണൂർ എയർപോർട്ടൊക്കെ ഉണ്ട് എന്നൊക്കെ കേട്ട്, വലിയ മെച്ചമൊന്നും ഇല്ലാത്ത രീതിയിൽ. അപ്പോൾ നമ്മളിങ്ങനെ പോവുകയാണ് ഇവിടെ മുംബൈയിലേക്ക് കൂടി. ഇവിടെ ഇതിൽ മോണോറെയിൽ ആൾക്കാരെ കുറവുണ്ട്, അതിനകത്ത് ആൾക്കാരെ കുറവാണ്. വലിയ ലാഭത്തിലാണോ എന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോൾ നഷ്ടത്തിലായിരിക്കും. നിങ്ങളവിടുത്തെ മുംബൈയുടെ ഇതുണ്ടോ, ഫ്ലാറ്റുകളുണ്ടോ? ഇംഗ്ലീഷിൽ എൻ്റെ വാക്ക് നമ്മൾ പറയാറുണ്ടല്ലോ, സ്കൈ സ്ക്രാപ്പേഴ്സ് അല്ലേ, സ്കൈ സ്ക്രാപ്പേഴ്സ്. സൂപ്പർബ്. നമ്മളിതിലെ കൂടി ഇങ്ങനെ പോവുകയാണെങ്കിൽ കണ്ടില്ല, അകത്തെ കാഴ്ചകൾ കണ്ടില്ലേ, ഏകദേശം ഒരു മെട്രോൻ്റെ അകത്തേക്ക് പോലെ തന്നെയാണ്. പക്ഷെ വലിയൊരു ഡെക്കറേഷൻ തോന്നുന്നില്ല. പിന്നെ ഒരു 10 വർഷമായി ഇത് കുറേ കാലം ഉപയോഗിച്ച കോച്ചാണെന്ന് തോന്നുന്നു. ട്യൂബ് ലൈറ്റൊക്കെ ആണ്, ട്യൂബ് ലൈറ്റും ഇതൊക്കെയായിരുന്നു ഇതിൻ്റെ ലൈറ്റ് എന്ന് പറയുന്നത്.
താഴെ കുറേ ഇൻഡസ്ട്രികളൊക്കെ കാണാം, പിന്നെ കുറച്ച് ചേരി നമ്മൾ സ്ലം എന്ന് പറയുന്നില്ല, ചേരി ആ സ്ലം ചെറിയ വീടുകൾ കാണാം. ഇത് ഞാൻ നോക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ വെച്ച് കുറച്ചുണ്ടെന്നാണ് വിചാരിച്ചത്. പിന്നെ മനസ്സിലായി ഇത് വലിയ ഏക്കർ കണക്കിനുള്ള സംഭവമാണ്. ഇതിൻ്റെ താഴെപ്പെട്ട നമുക്കൊന്നും മനസ്സിലാവില്ല. നമ്മൾ പുറമേ നോക്കുമ്പോഴാണ് ഇതിൻ്റെ വ്യാപ്തിയും നീളമൊക്കെ നമുക്കറിയാൻ പറ്റുക. ഏക്കറോളം കണക്കിലുണ്ട് ഇത്, കിലോമീറ്ററോളം വ്യാപിച്ച് കിടക്കുന്നുണ്ട് ഇത്. ഒരുപാടുണ്ട് എന്ന് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത്. അതിൻ്റെ ദൂരം നിങ്ങൾക്ക് നോക്കിയാൽ നല്ല അടിപൊളി സ്കൈ സ്ക്രാപ്പേഴ്സ് കാണാം, ബിൽഡിങ്ങുകളൊക്കെ കാണാം. തെങ്ങൊക്കെ ഉണ്ട് കേട്ടോ, മഹാരാഷ്ട്രയിലെ തെങ്ങുണ്ട്. നമ്മുടെ നാട്ടിൽ ഇവിടെ തെങ്ങൊക്കെ ഉള്ള നാട് തന്നെയാണ്. ഇവിടുന്ന് തുടങ്ങി, ഇതാണ് നിങ്ങളൊരു സ്ലം തുടങ്ങുന്നതാണ്. ഇത് ഇവിടുന്ന് എൻ്റെ ഇതിൻ്റെ തുടക്കം തന്നെ ഇവിടെ നിന്ന് മനസ്സിലാവില്ല നമുക്ക്. ഈ ചേരിയുടെ ഇത് സ്ലം തുടങ്ങിയിട്ട് പിന്നെ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ്. നമ്മൾ അടുത്ത സ്റ്റേഷൻ കുറച്ച് ദൂരെയാണ്, അങ്ങ് വളഞ്ഞിട്ട് പോകണം. അപ്പോൾ ഈ ഗ്യാപ്പ് ഇവിടെ മുഴുവൻ എന്താ പറയുക, ഫുള്ള് വലിയ എത്രോളം നോക്കി നിങ്ങൾ, ഇവിടെ എത്ര ആൾക്കാർ താമസിക്കുന്നുണ്ട് അല്ലേ, ധാരാവി പോലെ. ഇവിടെ എത്ര ആൾക്കാർ ഇതിനുള്ളിൽ താമസിക്കുന്നത്, ഇതിനുള്ളിലൊക്കെ എന്തൊക്കെ ബിസിനസ്സുകളുണ്ടെന്ന് അറിയാം. ഒരുപാട് ചെറിയ ബിസിനസ്സുകളൊക്കെ ഉണ്ട്, പല ടൈപ്പ് ബിസിനസ്സുകളും കാര്യങ്ങളും കാണാം. ചിലപ്പോൾ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആയിരിക്കും, ഇതിനകത്തൊക്കെ പെട്ടുപോയാൽ പിന്നെ എങ്ങനെ ഇപ്പോൾ നമ്മൾ പുറത്തിറങ്ങാമെന്ന് വെച്ചിട്ട് നമ്മളാകെ കൺഫ്യൂഷനായി നമ്മൾ നിൽക്കും. അത്രക്കുണ്ട് നോക്കടാ. നമ്മുടെ അടുത്ത സ്റ്റേഷൻ വരുന്ന അങ്ങ് അവിടെ കാണുന്നുണ്ട്, നിങ്ങൾ റൈറ്റ് സൈഡിൽ അവിടെയാണ് കാണുന്നത്, അവിടത്തേക്ക് വളഞ്ഞെത്തണം. അപ്പോൾ ഇത് നോക്കുക, നിങ്ങൾ ഒരുപാട് വീടുകൾ ചെറിയ ഷീറ്റുകൾ ഇട്ടിട്ട്, ഉള്ള റൂഫിംഗ് ഷീറ്റ് പോലത്തെ ഷീറ്റ് ഉണ്ടല്ലോ, ആ ഷീറ്റിങ് ഇട്ട ഒരുപാട് വീടുകൾ, ബിസിനസ് സ്ഥാപനങ്ങൾ, ഇതൊക്കെ ഇതിനകത്തുണ്ട്. ഇതൊരു വലിയൊരു ഏരിയയിൽ എൻ്റെ അമ്മ, ഇറ്റ്സ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. നമ്മൾ മോളിൽ നിന്ന് കാണുന്ന എക്സ്പീരിയൻസ് വേറെ തന്നെയാണ് കേട്ടോ അത്. മുംബൈ എന്ന് പറയുന്നത് ഉറക്കമില്ലാത്ത സിറ്റി തന്നെ അല്ലേ, ലോകത്ത് ഉറക്കമില്ലാത്ത. രാത്രിയെ നമ്മൾ പറയുന്നത് രാവും പകലും, പക്ഷെ രാവിനെയും നമുക്ക് പകലാക്കി മാറ്റാം. അതുപോലത്തെ സിറ്റി തന്നെയാണ് മുംബൈ എന്ന് പറയുന്നത്. ഒരിക്കലും ഉറക്കമില്ലാത്ത സിറ്റിയാണ് മുംബൈനെ. ഒരിക്കലും ഉറക്കം കെടുത്താൻ പറ്റൂല, ഉറക്കാനും പറ്റൂല. മുംബൈ ഓടിക്കൊണ്ടേയിരിക്കും 24 hours ഇൻറ്റു എന്താ പറയുക 365 days മുഴുവൻ ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. താഴെ നിങ്ങൾ കാറ് കാണുന്നില്ല, മഞ്ഞ കളർ, മഞ്ഞയും കറുപ്പും, നമ്മുടെ ടാക്സി സാൻഡ്രോ ആണ്. മുമ്പ് നമ്മൾ ഫിയറ്റിൻ്റെയും പത്മിനിയൊക്കെ ഉപയോഗിച്ച കാറ് പോലത്തെയാണ് ഇപ്പോൾ സാൻഡ്രോ. ഇപ്പോൾ അല്ല, കുറേ വർഷങ്ങളായി. ഞാൻ ഇതിനു മുമ്പ് മുംബൈയിലൊക്കെ ഒരുപാട് വർഷം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ വ്ളോഗിങ്ങിൻ്റെ സമയത്ത് ഇപ്പോൾ ആദ്യമായിട്ടാണ് വന്നത്, വ്ളോഗ് കാണാൻ വേണ്ടി. അപ്പോൾ ഇത് മെട്രോൻ്റെ അകത്തെ വശമാണ്. ട്യൂബ് ലൈറ്റൊക്കെയാണ്, ചില ട്യൂബ് ലൈറ്റ് വർക്കൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ രാവിലെയാണ്, വലിയൊരു അട്രാക്ഷൻ ഇല്ല. പിന്നെ ഇത് കുറച്ച് കാലം ഉപയോഗിച്ചിട്ടുണ്ടാവും, ഈ മോണോ റെയിലില്ലേ, കുറച്ച് കാലം ഉപയോഗിച്ചിട്ടുണ്ടാവും. മെട്രോ ആണെങ്കിൽ ഒരു കുറച്ചൊരു കൂടി ഇതുണ്ട്, എന്താ പറയുക, കുറച്ചുകൂടി സ്പേസ് ഉണ്ടാവും, നമുക്ക് നിൽക്കാനൊക്കെ കുറച്ചുകൂടി സ്പേസ് ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, ക്രൗഡിനൊക്കെ വേണ്ടിയിട്ടാണ് മെട്രോ കുറച്ചുകൂടി നല്ലത്. ഇത് ഉപയോഗിക്കാം, മോണോ റെയിൽ ഉപയോഗിക്കാം, മോണോ റെയിലും കയറി ഒന്ന് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യാം.
അപ്പോൾ നമ്മൾ സ്റ്റേഷൻ എത്താറായി. ഞാൻ കുറച്ച് മുന്നോട്ട് കടന്നു. അപ്പോൾ ഇതാണ് ഫ്രണ്ട് സൈഡ്. ഫ്രണ്ടിലൊരു ഡ്രൈവർ ഉണ്ട്. അങ്ങേരെ അവിടെ കൂടുതലായിട്ട് നമുക്ക് നിൽക്കാനും പറ്റില്ല. കാരണം അവിടെ ഡ്രൈവറെ നമ്മൾ കൂടുതലായി ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് അവിടെ നോട്ടീസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. സോ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇറങ്ങി. ഞാനിവിടെ സ്റ്റേഷനിൽ ചെമ്പൂർ ഇറങ്ങി. സോ നൈസ് വീഡിയോ എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.